ഹായ് ഗായ്സ്, ഗിൽബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 10th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ സൺഡേ വരെ നീട്ടിയത്. നമ്മളിന്ന് ശനിയാഴ്ച രാവിലെ 8 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണുള്ളത്. 9 പേരിൽ നിന്ന് 1-2 മത്സരാർത്ഥികൾ ഈ തിങ്കളാഴ്ച ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ പുറത്തു പോകുന്നതായിരിക്കും. എന്തായാലും അതിനായി കാത്തിരിക്കാം. വ്യക്തമായ വിവരം നമ്മുടെ ലാലേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം വരുമണിക്കുള്ളിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതോടൊപ്പം നിങ്ങൾ ആരാണ് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാവിലെ 8 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷൻ മാത്രം യാതൊരു മാറ്റവുമില്ല. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 3,64,312 വോട്ട് നേടി 1-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ജിൻഡോ. 2-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായിട്ട് അഭിഷേക് തന്നെ തുടരുകയാണ്. നേരത്തെ ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് 2-ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജാസ്മിനുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2,21,306 വോട്ട് നേടി 2-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് അഭിഷേക്. 3-ാം പൊസിഷനിൽ ജാസ്മിനാണ് തുടർന്ന്. അഭിഷേകുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ജാസ്മിൻ പിന്നിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ 2,21,209 എന്ന വോട്ട് നേടിയാണ് താൻ 3-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടർന്ന്. അർജുൻ്റെ കൈവശത്തിൽ നിന്ന് 4-ാം പൊസിഷൻ തിരിച്ചു പിടിച്ചതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ നല്ലൊരു വോട്ട് മുന്നേറ്റമായിട്ട് മുന്നിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2,18,700 വോട്ട് നേടിയാണ് താൻ 4-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയത്. 5-ാം പൊസിഷനിൽ അർജുൻ തന്നെയാണ് തുടർന്ന്. അർജുൻ്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ രീതിയിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അൻസിബയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം അവസാനിച്ച് ഇപ്പോൾ ബഹുദൂരം പിന്നിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2,08,679 വോട്ട് നേടി 5-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 6-ാം പൊസിഷനിൽ ഋഷി തന്നെയാണ് തുടർന്ന്. ഋഷി ഏകദേശം സേഫ് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മുന്നേറ്റം ഋഷി ഇപ്പോൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1,76,501 നല്ലൊരു വോട്ട് നേടി തൻ്റെ 6-ാം പൊസിഷനിൽ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുകയാണ് ഋഷി. 7-ാം പൊസിഷനിൽ ശ്രീധു തന്നെയാണ് തുടർന്ന്. ശ്രീധു ഇപ്പോഴും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്. കാരണം ഏത് നിമിഷവും താഴോട്ട് വരാമെന്ന സ്റ്റേജിലാണ് നിൽക്കുന്നത്. കാരണം അപ്സരമായിട്ട് ഇപ്പം ഏകദേശം അടുത്തടുത്ത് വരുന്ന ഒരു വോട്ടിംഗ് പാറ്റേണാണ് ഉള്ളത്. ഇപ്പോൾ 1,60,890 വോട്ട് നേടി 7-ാം പൊസിഷനിലാണുള്ളത്. 8-ാം പൊസിഷനിൽ അപ്സരയാണുള്ളത്. ശ്രീധുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ കൂടെ ഏകദേശം അടുത്ത് വരുന്ന രീതിയിലുള്ളൊരു വോട്ടിംഗ് പാറ്റേണാണ് അപ്സരയുടേത്. 1,62,115 വോട്ട് നേടി 8-ാം പൊസിഷനാണുള്ളത്. ഈ തവണ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയെ മാറിയിരിക്കുകയാണ് അപ്സര. 9-ാം പൊസിഷനിൽ റസ്മിൻ ഭായി ആണ് തുടർന്ന്. റസ്മിൻ ഭായി തുടക്കം തൊട്ടേ പുറത്തു പോകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 1,20,123 വോട്ട് നേടി 9-ാം പൊസിഷനാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് ഈ രണ്ടുപേർക്കും വളരെ നിർണായകമാണ്.